നമുക്കൊരു പെട്ടെന്നൊരു ഇതുണ്ടാക്കാം. വെണ്ടയ്ക്ക ഒരു കിച്ചടിയല്ല, ഇത് ഒരു സാലഡ് വെണ്ടയ്ക്കയുടെ. ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുകും മുളകും ഉപ്പും കൂടെ ഇട്ട്, കടുകും മുളകും കരിവേപ്പില ഇട്ട് കടുക് വറുത്ത ശേഷം വെണ്ടയ്ക്ക ഇട്ട് ഇച്ചിരി കൂടെ ഇച്ചിരി വെച്ച് നന്നായിട്ട് ഉപ്പിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര കൂടുതലാവല്ലേ. ഇപ്പോൾ അതുവരെ ഉപ്പിട്ടില്ല. ഉപ്പിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ പ്ലീസ് എന്നോട് ഇച്ചിരി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക. നന്നായിട്ട് ഉപ്പിട്ടുണ്ടല്ലോ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ച ശേഷം നല്ലതായിട്ട് മൂത്ത് വന്നുകൊണ്ടോ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതേ ഉള്ളൂ. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് നന്നായിട്ട് അടിച്ച് വെച്ച തലയോ മിക്സിയിലിട്ട് അടിക്കല്ലേ, നല്ലതായിട്ട് സ്പൂൺ വെച്ച് അടിച്ച് പോരാതിൻ്റെ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് വെച്ച് കഴിയുമ്പോൾ അത് ഇച്ചിരി കട്ട പോലെ ആവും. ഇത് നല്ലൊരു വെയിറ്റ് ലോസ് ഇതാണ്, വെയിറ്റ് ലോസ് ഡിഷാണ്. വെയിറ്റ് ലോസ് കാലറി ലെസ് ഉള്ള. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിറച്ച് എണ്ണ വേണമല്ലോ, ഇതാകുമ്പോൾ അധികം എണ്ണ വേണ്ട. പിന്നെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കേർഡ് റൈസ് പോലെ ഇതിൻ്റെ കൂടെ ഇച്ചിരി റൈസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല വെണ്ടയ്ക്കയൊക്കെ ഇട്ട് നല്ല